ഇപ്പൊ അങ്ങേറെ ബർത്ത്ഡേ പാർട്ടിക്ക് ജിൻജിന്റെ കൂടെ യൂട്യൂബ് ചെല്ലുമ്പം അതേസമയം അവളുടെ മാനേജറാണ് ഇവനെ കണ്ടിട്ട് ഇതായിരുന്നോ കോച്ച് എന്ന് പറഞ്ഞ് സന്തോഷത്തെ അവനോട് സംസാരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അതിനുശേഷം അവനെ വെൽക്കം ചെയ്തിട്ട് ഇവരൊക്കെ ഒരുമിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം അവളാണ് ഗിഫ്റ്റ് ആയിട്ട് ഇങ്ങേർ കൊടുക്കുന്ന ഒരു നെക്ലസ് ആയിരിക്കും. അതുകൊണ്ട് അദ്ദേഹവും എന്റെ ബർത്ത്ഡേക്ക് എനിക്ക് വാങ്ങിച്ചോണ്ട് വരാതെ എന്റെ ഭാര്യയ്ക്കാണോ വാങ്ങിച്ചോണ്ടെന്ന് പറഞ്ഞ് ഇവരൊക്കെ ചിരിച്ച് സംസാരിക്കുമ്പോൾ തന്നെ അവസാനം അങ്ങേരും എന്തായാലും ഭാര്യയ്ക്ക് വാങ്ങിച്ചാണെങ്കിലും എന്റെ ആയിരിക്കട്ടെ എന്ന് പറഞ്ഞ് അതെടുത്ത് നൈസിനങ്ങ് വയ്ക്കും. അങ്ങനെ അതിനുശേഷം അവർക്കറിയാവുന്ന വേറെ കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ട് ഇവരൊക്കെ ഒരുമിച്ച് ആഹാരം കഴിക്കുമ്പം അതേസമയം യൂട്യൂബ് ആണ് ജിങ്ങിന്റെ കോച്ച് ആയതുകൊണ്ട് തന്നെ അങ്ങേർക്ക് ചെറിയ അസൂയൊക്കെ ഉണ്ട്. അങ്ങേര് പൊട്ടിക്കാൻ അത്രയും ഇവന് ടാലന്റ് ഒക്കെ ഉണ്ടോന്ന്. അങ്ങനെ അതുകൊണ്ട് തന്നെ കഴിക്കുന്നിടയ്ക്ക് യൂട്യൂബ് ആയിട്ട് ഒരു മത്സരം വെക്കാൻ പോകുന്ന പറയുമ്പം അവനും കഴിക്കുന്ന സമയത്ത് നമുക്ക് കളിക്കണമെന്ന് ചോദിക്കും. അപ്പോഴാണ് ജിഞ്ചിങ്ങും ബർത്ത്ഡേ ആയതുകൊണ്ട് ദയ ഒന്നും കാണിക്കണ്ട അങ്ങേരങ്ങ് പൊട്ടിച്ചേക്കെന്ന് പറഞ്ഞ് ഇവർ തമ്മിലാണ് മത്സരം സ്റ്റാർട്ട് ചെയ്യുമ്പം യൂട്യൂബ് ആണ് അവള് പറഞ്ഞ പോലെ തന്നെ മത്സരത്തിൽ തോറ്റെടുക്കാതെ അവൻ ഫുൾ കില്ലങ്ങ് എടുക്കും. അങ്ങനെ ഇത് കണ്ട് എല്ലാവരും കൂടെ ഇവർ പരസ്പരം കളിക്കുന്നുണ്ട്. അവർ എക്സൈറ്റ്മെന്റോടെ നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ അവസാനം മൊത്തത്തിൽ വിജയിക്കുന്ന യൂട്യൂബ് ആണ്. അതുകൊണ്ട് അങ്ങേരും കഴിക്കാത്തതുകൊണ്ട് നമ്മളിങ്ങനെ കളിച്ചോടാ, അതുകൊണ്ട് എന്റെ കോൺസെൻട്രേഷൻ ഫുള്ളും ആഹാരത്തിൽ തന്നെ പോയ, അതുകൊണ്ട് നമുക്ക് കഴിച്ചിട്ട് പതിയിരുന്ന് കളിക്കാം എന്ന് നൈസിന് വിഷയം മാറ്റി കഴിക്കാൻ വേണ്ടി പോകും. അങ്ങനെ അതിനുശേഷം കഴിച്ചു കഴിഞ്ഞിട്ട് അങ്ങേര് യൂട്യൂബിനോട് ഇവൻ എന്തോ ജോലി നോക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവന് ബാങ്കിൽ നിന്ന് വർക്ക് ചെയ്യാൻ പോകുന്ന പറയും. അപ്പോഴാണ് ഇത് കേൾക്കുന്ന ജിങ് ആണ് പിന്നീട് അവനെ കാണാൻ പോയിട്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ട് ഇവൻ ഇഷ്ടപ്പെട്ട ജോലി തന്നെ ഇപ്പൊ അവൻ നേടിയെടുത്തത് അവൾക്ക് സന്തോഷമായിരുന്നു പറയും. അങ്ങനെ അതുകൊണ്ട് തന്നെ ഇവനൊരു മോട്ടിവേഷൻ ആയിട്ട് എടുത്ത് അവള് പോയെന്ന് പറയുമ്പോൾ അവനും എങ്കിൽ ഇവന് ഇഷ്ടപ്പെട്ട ജോലി ഇപ്പൊ കളഞ്ഞത് ഇവനെ കുറിച്ച് ഇപ്പൊ താഴ്ത്തി വിചാരിക്കുകയാണെന്ന് ചോദിക്കും. അപ്പോഴാണ് അവളും ബാങ്കിൽ ജോലി നല്ല ജോലിയില്ലെന്ന് പറഞ്ഞ് ഇവർ തമ്മിൽ സംസാരിക്കുമ്പോൾ തന്നെ അവളും ഇങ്ങനെ ഇതേപോലെ ഒരു ദിവസം നമ്മൾ സംസാരിക്കുമെന്ന് അവൾ വിചാരിച്ച പോലെ നോക്കിയിട്ടില്ലെന്ന് പറയും. അപ്പോഴാണ് അവനും അതേപോലെ ഇവനെ പറ്റിച്ച് മനഃപൂർവ്വം നേരിട്ട് വിളിച്ച് ഒരു കോച്ചാക്കുമെന്ന് അവനും വിചാരിച്ചില്ലെന്ന് പറയും. അങ്ങനെ അതിനുശേഷം ഇവൾ ആ ഡയറക്ടർ പറഞ്ഞുകൊണ്ട് കുറച്ച് വെയിറ്റ് വയ്ക്കാൻ വേണ്ടി കുറെ കഴിക്കുമ്പം ഇവളാണ് ഒരു മാസത്തിൽ കൂട്ടാൻ നോക്കിയ വെയിറ്റ് വെറും 15 ദിവസം തന്നെ കൂട്ടിയെന്ന് പറഞ്ഞ് അവളുടെ മാനേജർ ഫുഡ് കൺട്രോൾ ചെയ്യാൻ പറയും. അങ്ങനെ അതുകൊണ്ട് അവൾ അതാലോചിച്ച് വിഷമിച്ച് നേരെ യൂട്യൂബിന്റെ അടുത്തേക്ക് വന്നിരിക്കുമ്പം അവനും ഇവളിപ്പോ കളിച്ച ഗെയിം പ്ലേ കണ്ടിട്ട് ഇതിനകത്ത് ഇനിയും കുറച്ച് ഇമ്പ്രൂവ്മെന്റ് കളിച്ചണമെന്ന് പറഞ്ഞ് അവന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവൾ അപ്പം തന്നെ മറക്കുമെന്ന് കുറെ കംപ്ലൈന്റ് ചെയ്തോണ്ടിരിക്കും. പക്ഷെ ഇതേ സമയം ഇവളുടെ ചിന്തയാണ് ഇന്ന് യൂട്യൂബായിട്ട് പുറത്ത് കഴിക്കാൻ പോകാൻ വേണ്ടി ഹോട്ടലിൽ ബുക്കൊക്കെ ചെയ്തിട്ടുണ്ട്, അതൊക്കെ കഴിക്കണമെന്നും കൊതി വരിക, പക്ഷെ വെയിറ്റും കൂടത്തില്ലെന്ന് പറഞ്ഞ് ഇവൾ ഇങ്ങനെ ടെൻഷൻ ആയിട്ടിരിക്കുമ്പോൾ ഇവനാണ് ചിലപ്പോൾ ഇവൻ കുറെ കംപ്ലൈന്റ് ചെയ്തുകൊണ്ട് അവൾ സങ്കടപ്പെട്ടെന്ന് വിചാരിച്ച് അവനും ഇവളെ സമാനപ്പെടുത്താൻ വേണ്ടി വരും. അപ്പോഴാണ് അവളും ഇപ്പൊ എന്റെ റാങ്ക് ഏസ് അടിക്കുവാണ്, നമുക്ക് ബുക്ക് ചെയ്ത റെസ്റ്റോറന്റിലേക്ക് പോകാം, അല്ലെങ്കിൽ നമുക്കിന്ന് പോകണ്ട എന്നതിന് അവളിങ്ങനെ തീരുമാനം എടുക്കുമ്പോൾ ഇവന് കഴിക്കുന്നതിനെ കുറിച്ചാണ് ഇവൾ ഇത്ര സമയം ആലോചിച്ച് ടെൻഷനായിട്ട് നിന്നറിഞ്ഞ് അവൻ ചമ്മിപ്പോവും. അതുകൊണ്ട് തന്നെ അവനും നമുക്കൊന്നും കൂടെ ഒരു ഗെയിം കളിച്ചാലോന്ന് പറഞ്ഞ് ഇവളെ വിളിക്കുമ്പം അവളാണ് ഗെയിം കളിപ്പിച്ചെന്നെ നീ എന്നെ കൊല്ലുമെന്നറിഞ്ഞ് അവന്റെ അടുത്തേക്ക് നാം പഠിപ്പിക്കുന്നേ കേട്ടോണ്ടിരിക്കും. അപ്പോഴാണ് അവനും കഴിഞ്ഞ തവണ ഇതൊക്കെ പറഞ്ഞു തന്നെയാ, പക്ഷെ ഗെയിം കളിക്കുമ്പോൾ ഞാൻ പറഞ്ഞ ടെക്നിക്ക് ഒന്നും യൂസ് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞ് അവൾ ഒന്നും കൂടെ കളിച്ചു നോക്കാൻ പറയുമ്പം അവൾ എന്തായാലും ഏസ് അടിക്കാൻ പാടാന്ന് പറഞ്ഞിട്ട് ഒരു 2-3 കളി കളിച്ചു നോക്കും. പക്ഷെ അവളാണ് ആ മത്സരത്തിൽ വിജയിച്ച ഉടനെ അപ്പൊ തന്നെ അവളുടെ റാങ്ക് മുന്നോട്ട് പോയി ഏസിലേക്ക് മാറും. അങ്ങനെ ഇത് കേട്ട് അവളാണ് ഞെട്ടിപ്പോയി ഇത്രയും പെട്ടെന്ന് ഞാൻ ഏസായെന്ന് പറഞ്ഞ് അവനോട് ചോദിക്കുമ്പം അവന് ചിരി വന്നിട്ട് എങ്കിൽ പിന്നെ നിന്റെ വെയിറ്റ് കുറച്ച് കൂട്ടാനാ നീ ആഗ്രഹപ്പെടുന്നത് എന്നിന് അവനും പറഞ്ഞിട്ട് അങ്ങ് പോകും. അങ്ങനെ അതിനുശേഷം ഇവർ രണ്ടുപേരും കൂടെ പുറത്ത് ബുക്ക് ചെയ്ത റെസ്റ്റോറന്റിൽ കഴിക്കാൻ വേണ്ടി പോകുമ്പോൾ അവിടെ ഫുള്ളും ഭയങ്കര ക്യൂ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവനും എങ്കിൽ പിന്നെ ഇവൾ ആദ്യം പോയിക്കോന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നീട് വരാന്ന് പറയും. അതുകൊണ്ട് അവൾ ആദ്യം അകത്തേക്ക് ചെന്നിട്ട് ഫുഡ് ഓർഡർ ചെയ്യാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ച് സമയം കഴിഞ്ഞ് അവൻ അവിടേക്ക് വന്നിട്ട് അവനൊരു ചെറിയ സഹായം ചെയ്യാൻ പറ്റുമോ ചോദിക്കും. അതായത് അവനെ പഠിപ്പിച്ച 2 പ്രൊഫസേഴ്സ് ഇവിടേക്ക് വന്നേക്കുക, അതുകൊണ്ട് അവർക്ക് ഇരിക്കാൻ സ്ഥലം കാണത്തില്ലെന്ന് വിചാരിച്ച് അവൻ ഈ ബുക്ക് ചെയ്ത റൂം അവർക്ക് കൊടുത്തിട്ട് നമുക്ക് വേറെ എവിടെയെങ്കിലും പോകാൻ ചോദിക്കുമ്പോൾ അവളാണ് അതിനിപ്പോ എന്തോന്ന് പറഞ്ഞ് അവളും കുഴപ്പമില്ലെങ്കിൽ നമുക്ക് എല്ലാവരും കൂടെ ഇവിടെ ഒരുമിച്ച് കഴിക്കാന്ന് പറയും. അപ്പോഴാണ് അവനും ഇവൾക്ക് അത് ശല്യാത്തില്ലെന്ന് ചോദിക്കുമ്പോൾ അവൾ അതൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് അവരെ വിളിക്കാൻ പറയും. അങ്ങനെ അതിനുശേഷം അവളും അവരെയൊക്കെ ബഹുമാനത്തോടെ വിളിച്ചിട്ട് ഇവരൊക്കെ ഒരുമിച്ച് കഴിക്കാൻ പോകുമ്പോൾ അവർക്ക് 2 പേർക്ക് ഇവൾ എവിടെ കണ്ട് പരിചയമൊക്കെ ഉണ്ട്, പക്ഷെ ഇവൾ ആരാന്ന് കറക്റ്റ് പിടിയിട്ടില്ല. അങ്ങനെ അതിനുശേഷം ഇവരെ കഴിച്ചുകൊണ്ട് സംസാരിക്കുമ്പോഴാണ് അവന്റെ പ്രൊഫസറും അവരുടെ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാൻ വേണ്ടി ഇവിടേക്ക് വന്ന്. അങ്ങനെ ഇവർ സംസാരിക്കുന്ന ഇടയിൽ തന്നെ ഇവന്റെ വെക്കേഷനെ കഴിഞ്ഞിട്ട് ഇവൻ തിരിച്ച് ജോലി ചെയ്യാൻ വേണ്ടി അടുത്തില്ലെന്ന് ചോദിക്കുമ്പോൾ അവനും കുറച്ച് സൈലന്റ് ആയിട്ട് അവൻ ആ ജോലി നിർത്താൻ പോകുന്ന പറയും. അപ്പോഴാണ് ഇത് കേട്ട് അവന്റെ പ്രൊഫസറും ദേശീയത്തി അതെന്തോ പറ്റിയെന്ന് പറഞ്ഞ് ഇപ്പൊ എല്ലാവരും നിർത്തിക്കൊണ്ടിരിക്കുക, അതേപോലെയാണോ ഇവന് നിർത്താൻ പോകുന്നതെന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും അതിന്റെ കാരണം അവന്റെ പ്രൊഫസറിനോട് പറയാൻ ബുദ്ധിമുട്ടിരിക്കുമ്പോൾ ഇതൊക്കെ അടുത്തിരുന്ന് ജിങ് കണ്ടുകൊണ്ടിരിക്കും. അപ്പോഴാണ് അവനെല്ലാം സഹിച്ചോണ്ട് അവൻ പൈസയ്ക്ക് വേണ്ടിയ വേറെ നല്ല ജോലി നോക്കാൻ പോകുന്നെന്ന് പറയും. അങ്ങനെ ഇത് കേട്ട് അങ്ങേരാണ് ദേശീയത്തി ഇവനെ മറ്റുള്ളവരെ പോലെയല്ല വിചാരിച്ചെന്ന് പറഞ്ഞ് ഇവൻ ആ ജോലിയോട് നല്ല താല്പര്യം ഉണ്ടെന്ന് അങ്ങേര് വിചാരിച്ചു വെച്ചെന്ന് പറയും. പക്ഷെ അതൊക്കെ കളഞ്ഞിട്ട് ഇവന് പൈസയ്ക്ക് വേണ്ടി വേറെ ജോലി നോക്കി പോകണമെന്ന് പറഞ്ഞ് അവനെ കുറെ വഴക്ക് പറയുമ്പം അടുത്തിരുന്ന് അങ്ങേറെ ഭാര്യയാണ് അതിലിപ്പോ എന്തോ തെറ്റെന്ന് പറഞ്ഞ് എല്ലാരും ജീവിക്കാൻ വേണ്ടിയില്ലേ ജോലി നോക്കുന്നെന്ന് പറയും. പക്ഷെ അങ്ങേര് അതൊന്നും കേൾക്കാതെ അവനെ കുറെ വഴക്ക് പറയുമ്പോൾ തന്നെ പെട്ടെന്ന് ജിങ് ദേശീയത്തി അവനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ തുടങ്ങും. അപ്പോഴാണ് ഇത് കാണാൻ വരുന്ന അവനും ഇവള് പെട്ടെന്ന് പ്രൊഫസറിനോട് അങ്ങനെ സംസാരിച്ചുകൊണ്ട് അവൻ അവൾക്കാർ ഇവരോടൊക്കെ സോറി പറഞ്ഞിട്ട് അവളെയും വിളിച്ചോണ്ട് അവിടെ നിന്ന് പോകും. എന്നിട്ട് അവനും പുറത്ത് വെച്ച് ഇവളെന്തിനാ ആവശ്യമില്ലാതെ അങ്ങേര് എതിർത്തൊക്കെ സംസാരിച്ചെന്ന് ചോദിക്കുമ്പോൾ ഇവളാണ് ഇവനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി സംസാരിച്ചതെന്ന് പറഞ്ഞ് അല്ലാതെ വേറെ ഉദ്ദേശമൊന്നുമില്ലെന്ന് പറയും. കൂടാതെ അങ്ങേരെ പോലെ തന്നെ ഇവന് സ്പേസ് എഞ്ചിനായിട്ട് വർക്ക് ചെയ്യാൻ തന്നെ അവൾ ആഗ്രഹിക്കുന്നത്.
അങ്ങനെ ആ കാര്യം കൂടെ അവൾ പറയുമ്പോൾ ഇത് കേട്ട് അവനും എന്തുകൊണ്ടാന്ന് പറഞ്ഞ് അവളോട് തിരിച്ചു ചോദിക്കും. അങ്ങനെ ആ സമയത്ത് തന്നെ ഇവളുടെ അസിസ്റ്റന്റ് വന്നിട്ട് ഇവിടെ ഇങ്ങനെ പബ്ലിക്കായിട്ട് ഇന്ന് ആരെങ്കിലും കാണുന്നറിഞ്ഞ് അവളെയും വിളിച്ചോണ്ട് അവിടെ നിന്ന് പോകും. അപ്പോഴാണ് അതേസമയം ഇവള് പോയതിനു ശേഷം അവിടെ ഒരു പെങ്കൊച്ച് എല്ലാ ഫോട്ടോസ് എടുക്കുന്നുണ്ട്. അവൻ അടുത്തേ ചെന്ന് അതൊക്കെ ഡിലീറ്റ് ചെയ്യാൻ പറയും. അങ്ങനെ അതിനുശേഷം ഇവനും കുറച്ച് വിഷമിച്ചൊക്കെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റേ ഇവന്റെ പ്രൊഫസറാണ് അദ്ദേഹം ഇവനോടുള്ള വിഷമത്തെ അങ്ങനെ സംസാരിച്ചതെന്ന് പറഞ്ഞ് അല്ലാതെ വേറെ ഒന്നും മനസ്സിലാക്കില്ലെന്ന് പറയും. അങ്ങനെ ഇവന്റെ തീരുമാനത്തിന് അവരെ റെസ്പെക്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ് കൂടാതെ ഇവന്റെ കൂടെ വന്ന ഫ്രണ്ടും പറഞ്ഞേക്ക് സത്യ അതുകൊണ്ട് അവളോടും ദേഷ്യം കാണിക്കണമെന്ന് പറയും. അങ്ങനെ അതിനുശേഷം യൂട്യൂബിനാണ് സ്പേസ് ഏജൻസിയിൽ നിന്ന് കോൾ വരും. ഇവരെ റെഡിയാക്കി ഭൂമിയിൽ നിന്ന് അയച്ച സാറ്റലൈറ്റ് ചെറിയ പ്രശ്നമുണ്ടെന്ന്. അങ്ങനെ അതിനുവേണ്ടി അവനെയും അവന്റെ സീനിയർ എന്ന് പറഞ്ഞ് അത് വർക്ക് ചെയ്ത് എല്ലാവരും കൂടെ വിളിച്ചെടുത്തേക്കും. അതുകൊണ്ട് ഇവരിൽ അപ്പം തന്നെ ആ സ്ഥലത്തേക്ക് അങ്ങ് ചെല്ലും. അങ്ങനെ അതിനുശേഷം പ്രശ്നം എന്തോന്ന് പറഞ്ഞ് ഇവരെ കണ്ടെത്താൻ നോക്കുമ്പോൾ ഇവർക്ക് സംഭവം ഒന്നും തന്നെ മനസ്സിലാകത്തില്ല. കാരണം ആ സാറ്റലൈറ്റ് ഒരു പ്രശ്നം പറ്റിയിട്ടില്ല, പിന്നെ എന്തുകൊണ്ട് അത് വർക്ക് ചെയ്യാത്തതെന്ന് പറഞ്ഞ് ഇവർ മൊത്തത്തിൽ കൺഫ്യൂസ് ആയിരിക്കും. അങ്ങനെ അതുകൊണ്ട് തന്നെ ഇവർ ഈ പ്രശ്നം ശരിയാക്കാൻ വേണ്ടി തന്നെ ഇനി കുറച്ച് ദിവസം ഇവിടെ സ്റ്റേ ചെയ്യേണ്ട അവസ്ഥ വരും. അങ്ങനെ രാത്രി പകലെന്ന് പറഞ്ഞ് ഇവർ ആ പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടി ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ജിങ് ആണ് അവനായിട്ട് ആ വഴക്കടന്നതിന് ശേഷം പിന്നീട് അവൻ വന്നിട്ടില്ലെന്നറിഞ്ഞ് ഇവൾ വിഷമിച്ചിരിക്കും. പക്ഷെ ഇവൻ ഇങ്ങനെ പെട്ടെന്നൊരു കാര്യം വന്നുകൊണ്ടാണ് അവൻ അവിടേക്ക് പോയത്. അങ്ങനെ അവനും പോകുന്ന മുമ്പ് ഇവൾക്ക് മെസ്സേജ് ഇട്ടേക്കും അവനൊരു ജോലി കാര്യമായിട്ട് പോകുന്നുണ്ട്, തിരിച്ചെപ്പോലും പറയാൻ പറ്റത്തില്ലെന്ന്. പക്ഷെ ഇവൾ അവന്റെ പ്രൊഫസറിനോട് സംസാരിച്ചുകൊണ്ടായിരിക്കും അവൻ ആ ദേഷ്യത്തിൽ പോയെന്ന് വിചാരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവളിപ്പോ മൊത്തത്തിൽ ഡള്ളായിരിക്കുക. അങ്ങനെ അതിനുശേഷം അടുത്ത ദിവസമാണ് മറ്റേ പ്രൊഫസറിന്റെ ഭാര്യയാണ് യൂട്യൂബിന് മെസ്സേജ് അയച്ച് അന്ന് ഇവന്റെ കൂടെ വന്ന ഫ്രണ്ട് ഇപ്പോഴാണ് മനസ്സിലായെന്ന് പറഞ്ഞ് അതൊരു ഫേമസ് ആയിട്ടുള്ള ആക്ട്രസ് അല്ലേ ചോദിക്കും. അപ്പോഴാണ് ഈ മെസ്സേജ് കണ്ട് അവനും അത് അവൾ തന്നെയാന്ന് പറഞ്ഞ് മെസ്സേജ് ഇട്ടിട്ട് ഇവൻ അവളെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അതിനുശേഷം അവിടേക്ക് വരുന്ന ഇവന്റെ സീനിയറാണ് രാവിലെ തന്നെ നീ എഴുന്നേറ്റ് വർക്കിനൊക്കെ തയ്യാറായെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് എന്തുകൊണ്ട് വിളിക്കാത്തതും ചെയ്യും. അപ്പോഴാണ് അവനിപ്പോൾ എഴുന്നേറ്റേ ഉള്ളൂ, അതുകൊണ്ട് രണ്ടുപേരും കൊണ്ട് കഴിച്ചിട്ട് വന്ന് പറഞ്ഞിട്ട് അവരവിടുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അതിനുശേഷം ഇവരും ഭൂമിയിൽ നിന്ന് സിഗ്നലൊക്കെ അയച്ചു കൊടുത്ത് ആ സാറ്റലൈറ്റ് ഇപ്പൊ എവിടെ ഉള്ളതെന്ന് കണ്ടെത്തും. അങ്ങനെ അതുകൊണ്ട് അവസാനം അത് വർക്കിംഗ് ആണെന്ന് മനസ്സിലാക്കി ഇവർ ആ പ്രോബ്ലം എല്ലാം സോൾവ് ആക്കും. അപ്പോഴാണ് അന്ന് രാത്രി ഇവന്റെ സീനിയറും സത്യം പറഞ്ഞ ഇവൻ ഈ ജോലി നിർത്തിയിട്ട് പോകുമെന്ന് അങ്ങേര് ആലോചിച്ചാലും നോക്കിയിട്ടില്ലെന്ന് പറയും. അങ്ങനെ പൈസയ്ക്ക് അത്രയ്ക്കും ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇത് കേട്ട് യൂട്യൂബ് പ്രൊഫസറാണ് ഇതിനെ കുറിച്ചൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോൾ അയാളാണ് ഇവൻ ഇവിടെ നിന്ന് പോകുന്നത് എല്ലാവർക്കും നല്ല വിഷമമുണ്ടെന്ന് പറഞ്ഞ് ഇവനെ പോലെ ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാരെ ഇവിടെ ആവശ്യമുള്ളതെന്ന് പറയും. കാരണം ഇപ്പൊ ഈ സാറ്റലൈറ്റിന്റെ പ്രശ്നം തന്നെ യൂട്യൂബ് ആണ് പെട്ടെന്ന് തന്നെ കണ്ടുപിടിച്ച് സോൾവ് ചെയ്തത്. അങ്ങനെ അതുകൊണ്ട് തന്നെ അവൻ ഇനി ബാങ്ക് ജോലിക്കാണ് പോകാൻ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ അവനും അത്യാവശ്യം നല്ല ശമ്പളം ഉണ്ടെന്ന് പറഞ്ഞ് അവൻ അറിയാവുന്ന ഒരാൾ വിളിച്ചെന്ന് പറയും. അപ്പോഴാണ് ഇങ്ങേരും ഒരു പക്ഷേ ഈ സാറ്റലൈറ്റിന്റെ പ്രോബ്ലം ഇത്രയും ദിവസം കൂടി തീർന്നില്ലെങ്കിൽ ഇവൻ ആ ബാങ്ക് ജോലിക്ക് പോകാതെ ഇവിടെ തന്നെ നിന്ന് വർക്ക് ചെയ്യോ അല്ലെ പകുതി വെച്ചിട്ട് കളഞ്ഞിട്ട് പോകാൻ ചോദിക്കും. അങ്ങനെ ഈ ചോദ്യത്തിന് അവൻ ഉത്തരം കാണത്തില്ല. അങ്ങനെ അതുകൊണ്ട് അവന് പിന്നീട് ഒറ്റയ്ക്ക് വിഷമിച്ച് ഇവൻ ഇഷ്ടപ്പെട്ട ജോലി കളയാനും മനസ്സില്ലാതെ അവന്റെ അച്ഛനമ്മയ്ക്ക് വേണ്ടി എന്തേലൊക്കെ പൈസ ഉണ്ടാക്കണമെന്ന് അവൻ അതും ആലോചിച്ച് മൊത്തത്തിൽ ടെൻഷനായിരിക്കും. കാരണം ഇവന്റെ അച്ഛനമ്മ സംസാരിക്കുന്ന ചെലവിന് അവരുടെ ചെലവിന് വലിയ പൈസ ഒന്നുമില്ല. അതുകൊണ്ട് കൂടിയ ശമ്പളത്തിന് ഒരു ജോലിക്ക് വന്നറിഞ്ഞാൽ അവൻ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുള്ള കാരണം. അങ്ങനെ അതിനുശേഷം അവനും തിരിച്ചവന്റെ വീട്ടിലേക്ക് വരുന്ന വഴിക്ക് ജിങ്ങിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് തന്നെ അവനും ഗെയിം കളിക്കാൻ വേണ്ടി കയറും. പക്ഷെ അവളാണ് ഓൺലൈനിൽ കാണത്തില്ല. അതിനുശേഷം അടുത്ത ദിവസം ജിങ് ഇവിടെ ആ ഗെയിമിനകത്ത് പുതിയ അപ്ഡേറ്റ് ഒക്കെ വന്നുകൊണ്ട് അവൾ ചുമ്മാ കളിച്ചു നോക്കാൻ വേണ്ടി കയറുമ്പോൾ അതേസമയം യൂട്യൂബ് ആണ് ഇവൾക്ക് ഇപ്പൊ ഇൻവിറ്റേഷൻ കാർഡ് ഇടും. അങ്ങനെ ഇത് കണ്ട് അവളാണ് പെട്ടെന്ന് ഇത് കണ്ടിട്ട് അവനായിട്ട് അവസാനം വഴക്കുണ്ടാക്കിയതൊക്കെ ആലോചിച്ച് നോക്കും. അങ്ങനെ അതുകൊണ്ട് അവള് സങ്കടത്തി 1-2 പ്രാവശ്യം അയച്ചതിന് ശേഷം അക്സെപ്റ്റ് ചെയ്യുമ്പോൾ ഇവൾ അവൻ്റെ കൂടെ കളിക്കുന്നത് ചെറിയ സങ്കടമൊക്കെ കാണും. അങ്ങനെ അതിനുശേഷം ആ ഒരു മത്സരത്തിന് ശേഷം ഇവൾ കളിയിൽ നിന്ന് എക്സിറ്റ് ആകുമ്പോഴാണ് അവൻ വീണ്ടും ഇവളെ ഒരുമിച്ച് കളിക്കാൻ വേണ്ടി ഇരിക്കും. അങ്ങനെ ഇത് കാണുന്ന അവൾ വീണ്ടും അവൻ്റെ കൂടെ ഒരുമിച്ച് കളിക്കുമ്പോഴാണ് പിന്നീട് അവളുടെ അസിസ്റ്റന്റ് അവിടേക്ക് വന്നിട്ട് നിങ്ങളുടെ കോച്ച് എന്തോ പുറത്ത് തന്നെ വെയിറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് അയാൾ അകത്തേക്കൊന്ന് കയറ്റില്ലേം ചോദിക്കും. അതോടെ അടുത്ത സെക്കൻഡ് ഇവളാണ് അവൻ ഇവിടെ വന്നിട്ടുണ്ടോന്ന് പറഞ്ഞ് അവൾ അവനെ കാണാനുള്ള ധൃതിയിൽ പെട്ടെന്ന് അവിടേക്ക് ഓടി ചെല്ലും. അങ്ങനെ ആ സമയം ഫുൾ അവൻ ഇവളെ ഗെയിം കളിക്കാൻ വേണ്ടി വിളിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഇതൊക്കെ കണ്ട് അവളും ടെൻഷന് കറക്റ്റ് ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങി ഓടി അവന്റെ അടുത്തേക്ക് ചെല്ലുമ്പം അതേസമയം അവൻ ഇവളെ കണ്ടിട്ട് അവനോടുള്ള ദേഷ്യമൊക്കെ കുറഞ്ഞവൻ ചോദിക്കും. അങ്ങനെ അതോടെ നമ്മൾ ഇടുന്നത് എപ്പിസോഡ് എടുത്തിരുന്ന് വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മറക്കാൻ നിങ്ങളുടെ ഫ്രണ്ട്സിലെ ഷെയർ ചെയ്യുക. സോ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡായിട്ട് നാളെ കാണാം.